ചോദ്യം വായിക്കുക. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുക 976 ആയാൽ ഇതിലേറ്റവും ചെറിയ സംഖ്യ ഏത്? നമുക്കിതിന് 2 തരത്തിൽ ചെയ്യാം. ഇപ്പോൾ തുടർച്ചയായ 4 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പോൾ 13 ഒറ്റ സംഖ്യകൾ, 13, അടുത്തത് 15 ഉണ്ടോ? 2 കൂടി പോകുന്നതാണ് ഒറ്റ സംഖ്യകൾ. ഇരട്ട സംഖ്യയും അങ്ങനെ തന്നെയാണ്, 2 കൂടി പോകും. എണ്ണൽ സംഖ്യ ആകുമ്പോഴാണ് 1 കൂടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യ ആദ്യത്തെ എക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എക്സ് എന്നെടുത്താൽ അടുത്ത ഒറ്റ സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 കൂടി പോകണ്ടേ? അടുത്തത് എക്സ് പ്ലസ് 4 ഉണ്ടോ? വീണ്ടും എക്സ് പ്ലസ് 6. ഇതാണ് നമ്മൾ ആ 4 ഒറ്റ സംഖ്യ എടുത്തിരിക്കുന്നത്. ഇനി എന്താണ്? ഇവയുടെ തുകയാണ് 976 എന്ന് വെച്ചാൽ ഈ 4 ഒറ്റ സംഖ്യ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 976. അപ്പോൾ ഈ 4 ഒറ്റ സംഖ്യ നമുക്കൊന്ന് കൂട്ടാം. അതുപോലെ എക്സിൽ അങ്ങനെ കൂട്ടിക്കുക. 1x, 2x, 3x, 4x. അപ്പോൾ എക്സ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 4x കിട്ടി. ഇനി സംഖ്യ കൂട്ടിക്കുക. 2ഉം 4ഉം 6, 6ഉം 6ഉം 12. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 4x + 12 കിട്ടി. അതാണ് 976. ഇവിടെ എക്സ് കണ്ടുപിടിച്ചാൽ മതി. 4x എത്രയായിരിക്കാം? 976 പ്ലസ് 12 അങ്ങോട്ട് പോകുമ്പോൾ -12. അപ്പോൾ 4x എത്ര? 976 12 സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കേ. 964 കിട്ടും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 964/4 സൈഡിൽ ഡിവൈഡ് ചെയ്താലും മതി. ഞാനിവിടെ വെട്ടിക്കളയുവാണ്. 9 എത്ര പ്രാവശ്യമുണ്ട്? 4. 2 പ്രാവശ്യം. 24 8 ശിഷ്ടം 1. 16 4 പ്രാവശ്യം. ശിഷ്ടം ഒന്നുമില്ല. 4 4 ഒരു പ്രാവശ്യം. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 241. എക്സ് ആണ് നമ്മുടെ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 241. ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഈ ചോദ്യം തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ നോക്കുക. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുക ആണ് 976. എങ്കിൽ അവയുടെ ശരാശരി എത്രയായിരിക്കും? ശരാശരി എന്ന് വെച്ചാൽ തുക എന്ന് പറയുന്ന ആളെ എണ്ണം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 976 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം? 2 തവണ ശിഷ്ടം 1, 4 തവണ ശിഷ്ടം 1, 4. നമുക്ക് 244 എന്നാണ് ശരാശരി കിട്ടുന്നത്. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് 244. അപ്പം നമുക്ക് വേണ്ടത് ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ അഥവാ ഓഡ് നമ്പർ എന്ന് പറയുന്ന ആളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ വന്നിരിക്കുന്ന ശരാശരി നമുക്ക് ഈ വേണ്ടതായ ഒറ്റ സംഖ്യയാണോ? അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒറ്റ സംഖ്യ പറഞ്ഞ് 240 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഒറ്റ സംഖ്യ പറഞ്ഞ് ഏതൊക്കെയായിരിക്കാം? 243, 245. അപ്പോൾ നമുക്ക് 2 ഒറ്റ സംഖ്യ കിട്ടി. 4 ഒറ്റ സംഖ്യ വേണം. അപ്പോൾ ഈ 245 കഴിഞ്ഞിട്ടുള്ള പറ 247. 243 ഇപ്പുറത്തുള്ള ആരാ? 241. ഇതാണ് ആ 4 ഒറ്റ സംഖ്യകൾ. കണ്ടോ? അതിൽ ചെറിയ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ ചെറിയ സംഖ്യ ആരാണ്? 241. കണ്ടോ? ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് കോമ്പറ്റേറ്റീവ് മാത്സിന് നല്ലത്. ഇനിയല്ല എക്സിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല.